ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാള് ആഘോഷം കൊണ്ടാടുകയാണ്. ഈ ഞായർ തൃത്വത്തിൻ്റെ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമം അവിടെ ഉച്ചരിക്കപ്പെടുന്നുണ്ടെന്നാണ്. ഇതൊരു പഴയ ടെക്സ്റ്റാണ്. അതായത് ഏറ്റവും ആധികാരികമായി തൃത്വത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പുരാതനമായ ഒരു രേഖയാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിലുള്ള ഈ വാക്കുകൾ. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പോയി എല്ലാവരെയും സ്നാനപ്പെടുത്തുവിൻ എന്ന് യേശുനാഥൻ ഉച്ചരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഞായർ ആഘോഷിക്കുന്നത് വഴി തൃത്വത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹത്തെയും നമ്മൾ ഓർക്കുകയും ആ കൂട്ടായ്മയിൽ ഒന്നായി ചേരാനുള്ള പ്രാർത്ഥന തിരുസഭ തൃത്വത്തിലേക്ക് അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ഞായറാഴ്ച തൃത്വത്തിൻ്റെ ഞായർ ആഘോഷിക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത വഴി നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടു. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴിയും പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. അത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്തയിലാണ് ആത്മാവിൻ്റെ വർഷം പൂർണ്ണമായും തിരുസഭയിലേക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ആത്മാവ് വെളിപ്പെട്ടതോടുകൂടെ പുത്രൻ പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതേ പുത്രൻ ആത്മാവിനെ തിരുസഭയുടെ മേൽ വർഷിച്ചു. അങ്ങനെ വർഷിക്കപ്പെട്ട ആത്മാവോടുകൂടി തൃത്വത്തിൻ്റെ രഹസ്യം മനുഷ്യന് പൂർണ്ണമായി മനസ്സിലായി. അതുകൊണ്ടാണ് അത് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തൃത്വത്തിൻ്റെ ഞായറായി നമ്മൾ ആഘോഷിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ഞായർ വലിയൊരു രഹസ്യമാണ് നമ്മളോട് പറയുന്നത്. കാര്യം തൃത്വം നമുക്കുള്ളൊരു മാതൃകയാണ് ജീവിതത്തിൽ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിലൊന്നായിരിക്കുന്നത് പോലെ അവർ ശക്തിയിലോ പ്രാഭവത്തിലോ അല്ല നമുക്ക് മുമ്പിലേക്ക് വെളിപ്പെടുത്തപ്പെടുന്നത്. അവർ വെളിപ്പെടുത്തപ്പെടുന്നത് സ്നേഹത്തിലാണ്. പിതാവായ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ പിതാവായ ദൈവത്തെ പിതാവ് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത് യേശുനാഥനാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആരുടെയെങ്കിലും ഒരു ദൈവത്തിലല്ല, ക്രിസ്തു വെളിപ്പെടുത്തി തന്ന പിതാവായിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പിതാവാകട്ടെ സ്നേഹമാണ്. ആദ്യകാലങ്ങളിൽ ഇസ്രായേൽ ജനം ദൈവത്തെ പിതാവെന്ന് വിളിച്ചിരുന്നത് സകല സൃഷ്ടികളുടെയും നാഥനും പ്രാഭവാനും എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ യേശുനാഥൻ വന്ന് അത് നമുക്ക് തിരുത്തി തന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമല്ല, അപ്പനടുത്ത സ്നേഹം ദൈവം ഓരോ മക്കളോടും കാണിക്കുന്നുണ്ട്. അത് സൃഷ്ടികളോട് എല്ലാവരോടും കാണിക്കുന്നുണ്ട്. ദൈവം അവിടെ വേർതിരിവൊന്നുമില്ല. എന്നാൽ മനുഷ്യ മക്കളോട് പ്രത്യേകമായ വിധത്തിൽ കരുണയും കരുതലും പിതാവായ ദൈവം കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ക്രിസ്തുവിൻ്റെ പിതാവായിരിക്കുന്ന നിലയിലാണ് പിതാവിനെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിനുണ്ടായിരുന്നു. അതേ സ്വാതന്ത്ര്യത്തിലേക്ക് ദത്തുപുത്രരായി നമ്മളെ അവിടെ നിന്ന് എടുക്കുകയാണ്. അവൻ്റെ തിരുരക്തവും തിരുശരീരവും നമുക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് പിതാവിനെ അപ്പ എന്ന് വിളിക്കാനുള്ള, ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് യേശുനാഥൻ വിളിക്കുകയാണ്. കാരണം ക്രിസ്തുവിനെ ഭക്ഷിക്കുന്ന നാം ക്രിസ്തുവായി മാറുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടെ അപ്പനെ നമുക്ക് പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അതേ ക്രിസ്തു ആത്മാവിനെ നമ്മിലേക്ക് വർഷിച്ചു. ആ ആത്മാവ് നമ്മളിലേക്ക് നിറയുന്നതോടുകൂടെ തൃത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ആ പരിശുദ്ധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പരിപൂർണത പ്രാപിക്കാനുള്ള ഒരു വിളിയാണ്, അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ ഞായർ. തൃത്വം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ, അവർ പരസ്പരം ദാനം ചെയ്യുന്നത് പോലെ ആ ജീവിതം നമുക്ക് മാതൃകയായി മാറണം. ഈ ഒരു വലിയ രഹസ്യം, തൃത്വം എന്ന് പറയുന്ന രഹസ്യം ഒരിക്കലും മനുഷ്യന് പ്രാപ്യമായതല്ല, മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. വളരെ വലിയ ചിന്തകന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത തൃത്വം നമ്മൾ വിശ്വാസപൂർവ്വം ഏറ്റുപറയുകയും ആ തൃത്വത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഞായറാഴ്ച ആ ഒരു സമർപ്പണത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. ആ മഹാരഹസ്യം നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യമാണ്, പക്ഷേ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത രഹസ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ ആ തൃത്വിക ദൈവത്തിലേക്ക് നമ്മൾ ഐക്യപ്പെടുകയും വേണം. അപ്പോൾ എന്താണ് ഈ ഞായറാഴ്ച നമ്മളോട് സംസാരിക്കുന്നത്? ആ സ്നേഹബന്ധം നമ്മളിൽ ഉണ്ടായിരിക്കണം. കാരണം തൃത്വം എപ്പോഴും ഒരു കൂട്ടായ്മയാണ്. അതൊരു ഏകമായി ജീവിക്കുന്ന അവസ്ഥയല്ല. തൃത്വം കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടതാണ്. നമ്മളും കൂട്ടായ്മയാണ്. തിരുസഭ എന്ന നിലയിലും ഒരു കുടുംബത്തിൽ എന്ന നിലയിലും ഈ ലോകത്തിൽ ജീവിക്കുന്ന നിലയിലും നമ്മൾ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ പരസ്പര ദാനവും സ്നേഹവും ഉണ്ടാവും, പരസ്പരം പങ്കുവെക്കലുകളുണ്ടാവും. ഇത് എപ്പോഴും ഉണ്ടാകണമെന്ന് തൃത്വം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ ലോകം സ്വാർത്ഥതയുടെ ലോകമായി മാറുകയാണ്. സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരുടെ ലോകമായി മാറുന്നത് കൊണ്ടാണ് യുദ്ധവും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ നമ്മുടെ ജീവിതത്തെ വലയ്ക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് ഒരു പുരോഹിതൻ പറഞ്ഞതുപോലെ ഈ ലോകത്ത് ദരിദ്രരുള്ളത് നമ്മൾ പങ്കുവെക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ആവശ്യത്തിലധികമുള്ളത് ഈ ലോകത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു പറ്റ മനുഷ്യരുടെ ഇടയിലെ ഈ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്.
ഈ കൂട്ടായ്മയിലേക്ക് പങ്കുവെക്കാനോ ദാനം നൽകാനോ ആരും തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ദരിദ്രരുള്ളത്. പിതാവായ ദൈവത്തെ നമ്മൾ വിശ്വസിപ്പിക്കുന്നത് പാവങ്ങളുടെ പിതാവെന്നാണ്. അവിടുന്ന് പാവങ്ങളുടെ പിതാവായിരിക്കുമ്പോൾ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കും ഉണ്ടാകണം. അത് പരസ്പര ദാനം നൽകുന്നതിൽ നിന്നാണ് വരേണ്ടത്, സ്നേഹം പങ്കുവെക്കുന്നതിൽ നിന്നാണ് വേണ്ടത്. തൃത്വം നമ്മെ അതിന് വലിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ്. കാരണം തൃത്വത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ പരസ്പര സ്നേഹവും ദാനവും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം പിതാവായ ദൈവത്തെ സംബന്ധിച്ച് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ബലിയാകാൻ പുത്രൻ തയ്യാറാവുകയാണ്. പിതാവിൻ്റെ തിരുമനസ്സിന് വേണ്ടി അവിടെ തയ്യാറാണ്. അപ്പോൾ ഇവിടെ സ്വയം ദാനം നൽകാൻ തയ്യാറാവുകയാണ്. അല്ലാതെ ഒരിക്കലും പുത്രൻ പിതാവിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ദാനം നൽകാൻ തയ്യാറാവുകയും മനുഷ്യന് വേണ്ടി മരണവും അപമാനവും ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ദൈവമായിരിക്കെ അവൻ എല്ലാ പ്രാപവും വെടിഞ്ഞുകൊണ്ട് അവൻ മനുഷ്യനായി തീർന്നു. അപ്പോൾ അങ്ങനെ പിതാവിന് വേണ്ടി, പിതാവിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി സ്വയം ദാനം നൽകുന്ന പുത്രൻ. അതേ പുത്രൻ എല്ലാ പൂർത്തീകരിച്ചതിന് ശേഷം പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ സകല മഹത്വം നൽകി പിതാവായ ദൈവം പുത്രനെ ആദരിക്കുകയാണ്. എല്ലാ മുട്ടുകളും അടങ്ങുന്ന മഹത്തായ നാമം ധരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പരസ്പര ദാനവും ബഹുമാനവും സ്നേഹവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തരും പരസ്പരം ബഹുമാനിക്കണം. ക്രിസ്തു പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പൻ എന്ന സ്ഥാനം നൽകി സംസാരിക്കുന്നു. 3 പേര്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്തയിൽ ഏകവും ശക്തിയിൽ തുല്യരുമാണ്. എങ്കിലും അവർ പരസ്പരം കാണിക്കുന്ന സ്നേഹവും ദാനവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ഏറ്റക്കുറച്ചിലുകളുടെ പേരിൽ പലരെയും അടിമത്വത്തിലേക്കും നീചത്വത്തിലേക്കും തള്ളിവിടുന്ന ഒരു സമൂഹത്തിലെ തൃത്വം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം അതാണ്. എല്ലാ മനുഷ്യരെയും തുല്യതയോടെ കാണാനും സ്നേഹിക്കാനും ഒക്കെ വേണം. ഇനി ഒരാൾക്ക് വേണ്ടി സ്വന്തമായി ബലിയായി തീരാനും നമ്മൾ തയ്യാറാകണം. ആ കൂട്ടായ്മയുടെ ബലത്തിന് വേണ്ടി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ ചില സഹനങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം, യേശുനാഥൻ ഏറ്റെടുത്തതുപോലെ. അപ്പോൾ ആ തൃത്വത്തിൽ നമ്മൾ ആ മഹാരഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചില സഹനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ സ്നേഹം പകരാൻ വേണ്ടി നമ്മൾ ജീവിതം സമർപ്പിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു സംഭവം ടാറ്റ കമ്പനിയിൽ, അവിടെ ടാറ്റ കമ്പനിയിൽ എല്ലാ ജോലിക്കാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നായിരുന്നു രീതി. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മാത്രം. ഈ ടാറ്റ വളരെ സുഭിക്ഷമായ ആഹാര രീതിയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ കൊടുത്തിരുന്നത്. മാത്രമല്ല നല്ല AC റൂമിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരൻ മാത്രം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കാതെ പുറത്തുള്ള ഒരു ഒരു പെട്ടിക്കട പോലുള്ളൊരു സ്ഥലത്ത് പോയി അവിടെ ഇരുന്നാണ് ആഹാരം കഴിച്ചിരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഈ രത്തൻ ടാറ്റ അറിയുകയും ഇതിനെ അന്വേഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം മാത്രം മാറുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ഇദ്ദേഹം പോയിരുന്ന് കഴിച്ചിരുന്നത് ഈ പാവപ്പെട്ട ട്രക്ക് ഡ്രൈവേഴ്സ്, അതായത് ടാറ്റയുടെ വാഹനങ്ങൾ ഓടിച്ചിരുന്ന ഡ്രൈവേഴ്സ് ആഹാരം കഴിക്കുന്ന ഇടയിലാണ്. അവിടെ പോയി അവരോടൊപ്പമാണ് ഇദ്ദേഹം ആഹാരം കഴിച്ചിരുന്നത്. എന്തിനാണ് ഇദ്ദേഹം ഈ ചൂട് കൊണ്ട് പൊടി പടലങ്ങളുടെ ഇടയിലിരുന്ന് ആഹാരം കഴിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കും ടാറ്റയുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആ കുഴപ്പം എങ്ങനെ പരിഹരിക്കാം. അങ്ങനെ അദ്ദേഹം അവരിൽ നിന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ച് കമ്പനിയെ വളർത്തുകയായിരുന്നു. കമ്പനിയുടെ നേട്ടങ്ങൾക്ക് പിന്നിലെ വലിയൊരു മുതൽക്കൂട്ടായി അദ്ദേഹം മാറുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ രത്തൻ ടാറ്റ അവർ ഉണ്ടാക്കിയ പുതിയ വാഹനത്തിന് ടാറ്റ സുമോ എന്ന പേരിടുകയാണ്. അത് ഇദ്ദേഹത്തിൻ്റെ പേര് സുമന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിനെ ബഹുമാനിക്കുകയാണ് രത്തൻ ടാറ്റ ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ഒരു കമ്പനിക്ക് മാത്രമല്ല, ആ ഒരു സമൂഹത്തിന് മുഴുവനും ഇദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് നൽകിയ വലിയ ജീവിത സാക്ഷ്യത്തിനെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് പോലും അദ്ദേഹത്തിന് വലിയൊരു രാഷ്ട്രീയ പദവി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹം വേണമെങ്കിൽ ഈ മറ്റുള്ള ജോലിക്കാരോടൊപ്പം ഇരുന്ന് ആ സമൂഹത്തിൽ ഒരുമിച്ച് എല്ലാ പങ്കുവെച്ച് ജീവിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് വ്യത്യസ്തനായി ആ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു സ്നേഹ കൂടുതൽ കൊണ്ട് ചില സഹനങ്ങൾ അദ്ദേഹം സ്വന്തമായിട്ട് ജീവിതത്തിൽ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതിനെ അവിടുത്തെ മുതലാളി ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കുടുംബത്തിലും സംഭവിക്കേണ്ടതാണ്. തൃത്വത്തിൽ സംഭവിക്കുന്നതാണ്.
തൃത്വം സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ പരസ്പരം പങ്കുവെക്കുന്നത് പോലെ തൃത്വത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ക്രിസ്തു തന്നെ ബലിയായി സമർപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മളും കുടുംബത്തിന് വേണ്ടി ചില ബലി കഴിക്കലുകൾക്ക് തയ്യാറാകണം. ഇനി അങ്ങനെ ബലിയാകുന്ന മനുഷ്യരെ ബഹുമാനിക്കാനും സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് കഴിയുകയും ചെയ്യണം. പിതാവായ ദൈവം ക്രിസ്തുവിനെ ബഹുമാനിച്ചതുപോലെ ഈ രത്തൻ ടാറ്റ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഒരു ജോലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിനെ ബഹുമാനിക്കാനായി ആ കമ്പനിയിലെ ഏറ്റവും പ്രധാനമായി ഇറക്കിയ ഒരു വാഹനത്തിന് പേര് നൽകിയതുപോലെ അപ്പോൾ നമ്മുടെ സമൂഹത്തിലും ഈ സ്നേഹവും ബഹുമാനവും ബന്ധങ്ങളും എന്നും സജീവമായി നിലനിർത്തുമ്പോഴാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഒരു മാതൃകയാണ് തൃത്വം നൽകുന്ന ആ മാതൃക നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം. അപ്പനും അമ്മയും മക്കളും പരസ്പരം സ്നേഹിക്കുകയും ദാനം ചെയ്യുകയും പരസ്പരം ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെയും സഹനങ്ങളെ, ഓരോരുത്തരും കുടുംബത്തിന് നൽകുന്ന വലിയ പരിഗണനകളെ അതൊക്കെ നമ്മൾ മാനിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് കഴിയണമെന്ന് തൃത്വത്തിൻ്റെ ഞായർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ തൃത്വത്തിൻ്റെ ഞായർ സന്തോഷത്തോടെ കൊണ്ടാടുമ്പോൾ തൃത്വത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുക മാത്രമല്ല, കാരണം നമ്മൾ ഓരോരുത്തരും തൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് നമ്മൾ അതിൻ്റെ ഐക്യത്തിലും സ്നേഹത്തിലും ഒന്നിക്കപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ ആ ഐക്യം പൂർണ്ണതയിൽ ജീവിക്കാൻ നമ്മൾ കടപ്പെട്ടവർ കൂടെയാണ്. ആ ഒരു ബലത്തിനും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധത്തിൻ്റെ അനുഗ്രഹം അതിന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.